شهر رمضان الذي أنزل فيه القرآن. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى آله وصحابته أجمعين أما بعد. സ്നേഹമുള്ളവരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇമാം നവവി തൻ്റെ 40 ഹദീസുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രസിദ്ധമായ ഹദീസിലൂടെ ആയിഷ ബീവി മതത്തിൻ്റെ, ദീനിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകിച്ചും പരിശുദ്ധമായ റമദാനിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കാര്യം നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആയിഷ ബീവി പഠിപ്പിച്ചു തരികയാണ്. നബി പറയുകയുണ്ടായി, നമ്മുടെ ഈ മതത്തിൻ്റെ കാര്യത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയായ ഞാൻ കാണിച്ചു തരാത്ത, നമ്മുടെ മാർഗത്തിലില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് നിങ്ങൾ മാറ്റി നിർത്തേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ് എന്നാണ് പറഞ്ഞു തന്നത്. എന്തിനാണ് നമ്മളെപ്പോഴും മതത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൃത്യമായ മാർഗരേഖയുണ്ട്, ഒരു മാനദണ്ഡമുണ്ട്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വഴികളിലുള്ള പ്രവർത്തനമാണ് ഒരു വിശ്വാസി നിർവഹിക്കേണ്ടത് എന്നതാണ്. അവിടെ നിന്ന് മാറി നമുക്ക് തോന്നുന്ന, നമുക്ക് നല്ലതാണെന്ന് ഓരോ കാലഘട്ടത്തിൽ തോന്നുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്നത് ഏറ്റവും ഗൗരവമേറിയ ഒരു തെറ്റായിട്ടാണ് ഇസ്ലാം കാണുന്നത്. ബിദ്അത്ത് എന്നാണ് ഇസ്ലാം അതിന് പറയുന്നത്. ഇത്തരം ബിദ്അത്തുകളെ, പുതിയ കാര്യങ്ങളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്, അത് തെറ്റാണ് എന്നും വലിയ ഗൗരവത്തോടു കൂടിയാണ് നിങ്ങളതിനെ കാരണം മുഹമ്മദ് നബി വമാ ആതാക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാക്കും അൻഹു ഫൻതഹു. മുഹമ്മദ് നബി എന്താണോ നിങ്ങൾക്ക് കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവിടെ നിന്ന് നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ബോധമാണ് വിശ്വാസിയെ നയിക്കേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് മാറുന്ന ഒരു പ്രവർത്തനവും പാടില്ല എന്നതാണ്. ഇപ്പോൾ പരിശുദ്ധ റമദാനിൻ്റെ വലിയ പുണ്യകരമായ സാഹചര്യത്തിൽ ആളുകൾ രാത്രി സുദീർഘമായി നിസ്കരിക്കും. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അതിൻ്റെ എണ്ണം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന വലിയൊരു മാതൃകയുണ്ട്. അത് 11 റക്അത്ത് നിസ്കരിക്കുക, രാത്രി നിസ്കാരം എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങൾ പറഞ്ഞ് നമുക്ക് കുറച്ചുകൂടി കൂട്ടി നിസ്കരിക്കാം, അതിന് പല ജാതി ന്യായങ്ങൾ പറഞ്ഞ് നിസ്കരിക്കുന്നത് ശരിയാണോ എന്നത്തരം ആളുകൾ ആലോചിക്കേണ്ടതുണ്ട്. അത് ശരിയല്ല എന്ന കൃത്യമായ കാഴ്ചപ്പാട് മതം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇങ്ങനെ ഏതൊരു കാര്യത്തിലും നോമ്പിൻ്റെ നിയ്യത്ത് എന്ന് പറഞ്ഞ് പ്രത്യേകമായ വാക്കുകൾ ഉച്ചരിക്കുകയും അത് രാത്രി ഉച്ചരിച്ചാൽ മാത്രമേ നോമ്പ് ശരിയാവുകയുള്ളൂ, അങ്ങനെ ഒരു ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ ഒട്ടേറെ തെറ്റായ വിചാരങ്ങൾ നോമ്പ് കാലത്തൊന്ന് നമ്മളുടെ ഉമിനീര് ഒന്ന് ഇറക്കിയാൽ നോമ്പ് മുറിഞ്ഞു പോകുമോ എന്ന അനാവശ്യമായ ആശങ്കയും ഭയവും, അതേപോലെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ. അതേപോലെ തന്നെ മഗ്രിബ് പാങ്ക് കൊടുക്കുന്നത് കേട്ടാലും നോമ്പ് തുറക്കാതിരിക്കുക ആളുകൾ. ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ സ്വന്തമായ അല്ലെങ്കിൽ ഒരു തഖ്വയുടെ പേര് പറഞ്ഞ് കാണിക്കുന്ന ആചാരങ്ങളും അനാചാരങ്ങളും മാറ്റി നിർത്തി നബി പറഞ്ഞതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഏറ്റവും വിശുദ്ധമായ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അള്ളാഹു അതിന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.